കട്ടപ്പന തൊവരിയാർ ആഞ്ഞിലിപ്പാലത്ത് അംഗൻവാടിയും സാംസ്കാരിക നിലയത്തിനും കളമൊരുങ്ങുന്നു. സ്വകാര്യ വ്യക്തിയുമായി കോടതി വ്യവഹാരം നടന്ന ഭൂമിയിലാണ് പുതിയ പദ്ധതിക്ക് രൂപം നൽകുന്നത്. സ്വകാര്യ വ്യക്തിയുടെ കേസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് നഗരസഭ പുതിയ പദ്ധതി ആവിഷ്കരിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് ആഞ്ഞിലിപ്പാലത്തുണ്ടായിരുന്ന കുളം മൂടിയിരുന്നു. ഈ ഭൂമിയിൽ അംഗൻവാടി നിർമ്മിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ സമീപവാസി കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഇതേ തുടർന്ന് നടന്ന വാദപ്രതിവാദങ്ങൾക്ക് ശേഷം നഗരസഭയ്ക്ക് അനുകൂലമായി വിധി വന്നു. നഗരസഭയിലെ 73-ാം നമ്പർ അംഗൻവാടി ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. 8 സെന്റോളം വരുന്ന ഭൂമിയിൽ അംഗൻവാടിയും സാംസ്കാരിക നിലയവും നിർമ്മിക്കാനാണ് പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ നിലയമോ അതുപോലെ തന്നെ ഈ വാർഡിന്റെ വിവിധ പ്രദേശത്ത് വരുന്ന അംഗങ്ങൾക്ക് ഒത്തുകൂടുന്നതിനൊരു സ്ഥലമില്ലാതെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ 73-ാം നമ്പർ അംഗൻവാടി ഈ 27-ാം വാർഡിൽ വാടകയ്ക്കാണ് പ്രവർത്തിക്കുന്നത്. ആ അംഗൻവാടിയും അതോടൊപ്പം തന്നെ ഒരു സാംസ്കാരിക നിലയവും ഒരു ചെറിയ വായനശാലയും ഉൾപ്പെടുന്ന ഒരു പ്രദേശമായിട്ട് ഇത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഈ പ്രദേശവാസികളുടെ ഒരു പിന്തുണയും ഇതിനോടൊപ്പമുണ്ട്. നിരവധി വർഷങ്ങളായി വളരെയധികം പ്രശ്നങ്ങളിൽ കിടക്കുകയായിരുന്നു ഈ സ്ഥലം. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് കോടതിയുടെയൊക്കെ നേതൃത്വത്തിൽ അത് വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് അത് വിട്ടുകിട്ടിയിരിക്കുന്നു. അതിനാൽ ഇന്നത്തെ ഈ ഒരു പ്രവർത്തന നിമിത്തം ഈ വാർഡിൻ്റെ പൊതുസ്വത്തായ ഇവിടെ അതുപോലെ ഒരു സാംസ്കാരിക നിലയം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും ഈ പ്രദേശവാസികളോടൊപ്പം ഞാനും പങ്കുവയ്ക്കുകയാണ്. കോടതി കേസിൽപ്പെട്ട് കിടക്കുകയായിരുന്ന ഭൂമി കാട് പിടിച്ചു കിടക്കുകയായിരുന്നു. കാട് പൂർണ്ണമായും വെട്ടിത്തെളിച്ചു. തൊഴിലുറപ്പിൽപ്പെടുത്തിയാണ് കാട് വെട്ടിത്തെളിച്ചത്. വരുന്ന സാമ്പത്തിക വർഷം അംഗനവാടിയും സാംസ്കാരിക നിലയം നിർമ്മിക്കാൻ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് കൗൺസിലർ ലീലാമ്മ ബേബി അറിയിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.